നമസ്കാരം. ഓ ഓ ഓ കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം ഷഡധികശതതമഃ സർഗഃ. 106-ാം സർഗം. 106-ാം സർഗത്തിലെ 11 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ 12 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 12-ാമത്തെ ശ്ലോകം. കോ ഹി ധർമാർത്ഥയോർഹീനം ഈദൃശം കർമ്മകിൽബിഷം സ്ത്രിയപ്രിയചികീർഷുസൻ കുര്യാധർമ്മജ്ഞധർമ്മവിദ്. അന്തകാലേ ഹി ഭൂതാനി മുഹ്യന്തീതി പുരാ ശ്രുതി രാജ്ഞൈവം കുർവതാ ലോകേ പ്രത്യക്ഷാ സാ ശ്രുതി കൃതാ. സ്വാർത്ഥമഭിസന്ധായ ക്രോധാന്മോഹാച്ഛ സാഹസാദ് താതസ്യ യദതിക്രാന്തം പ്രത്യാഹരതു തദ്ഭവാൻ. പിതുർഹി സമതിക്രാന്തം പുത്രോ യസ്സാധു മന്യത്തെ തദപത്യം മതം ലോകേ വിപരീതമതോന്യഥാ. തദപത്യം ഭവാനസ്തു മാ ഭവാൻ ദുഷ്കൃതം പിതുഃ അതി യത്തത്കൃതം കർമ്മ ലോകേ ധീരവിഗർഹിതം. കൈകേയീം മാം ച താതം ച സുഹൃദോ ബാന്ധവാം ച നഃ പൗരജാനപദാൻ സർവാം സ്ത്രാതും സർവമിദം ഭവാൻ. ക്വ ചാരണ്യം ക്വ ച ക്ഷാത്രം ക്വ ജഡാ ക്വ ച പാലനം ഈദൃശം വ്യാഹതം കർമ്മ ന ഭവാൻ കർത്തുമർഹസി. ഏഷ ഹി പ്രഥമോ ധർമ്മ ക്ഷത്രിയസ്യാഭിഷേചനം യേന ശക്യം മഹാപ്രജ്ഞ പ്രജാനാം പരിപാലനം. കച്ഛ പ്രത്യക്ഷമുത്സൃജ്യ സംശയസ്തമലക്ഷണം ആയതിസ്തം ചരേത് ധർമ്മം ക്ഷത്രബന്ധുരനീക്ഷിതം. അധ ക്ലേശജമേവ ത്വം ധർമ്മം ചരിതുമിച്ഛസി ധർമ്മേണ ചതുരോ വർണ്ണാൻ പാലയൻ ക്ലേശുമാപ്നുഹി. ചതുർണാമാശ്രമാണാം ഹി ഗാർഹസ്ഥ്യം ശ്രേഷ്ഠമുത്തമം ആഹുർധർമ്മജ്ഞ സ്തം കഥം ത്യക്തുമേച്ഛസി. ശ്രുതേന ബാലസ്ഥാനേന ജന്മനാ ഭവതോ ഹ്യഹം സ കഥം പാലയിഷ്യാമി ഭൂമിം ഭവതി തിഷ്ഠതി. ഹീനബുദ്ധിഗുണോ ബാലോ ഹീനസ്ഥാനേന ചാപ്യഹം ഭവതാ ച വിനാ ഭൂതോ ന വർദ്ധയിതുമുത്സഹേ. 11 തുടങ്ങി 24 വരെയുള്ള 12 തുടങ്ങി 24 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. രാമൻ എന്തെല്ലാം അനുനയം പറഞ്ഞാലും രാജ്യം സ്വീകരിക്കുകയില്ലെന്ന് ഭരതന് മനസ്സിലായി. അപ്പോൾ രാമൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ് ഭരതൻ. ഇങ്ങനെയൊക്കെയുള്ള ആളായതുകൊണ്ടാണ് ഇത്രയേറെ ധർമ്മിഷ്ഠനും സ്നേഹവാനും
ധർമ്മം ആചരിക്കുന്നവനുമായതുകൊണ്ടാണ് അങ്ങ് രാജ്യമേൽക്കാത്തത്, അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നെ സ്വാന്തനപ്പെടുത്തുന്നത് എന്ന് ഭരതൻ പറയുകയാണ്. രാമൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. ശ്ലോകം 12. കോ ഹി ധർമാർത്ഥയോർഹീനം ഈദൃശം കർമ്മകിൽബിഷം സ്ത്രീയപ്രിയചികീർഷുസൻ കുര്യാധർമ്മജ്ഞധർമ്മവിദ്. 12-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: സ്ത്രീയുടെ ഹിതം പാലിക്കുന്നതിനായി അല്ലയോ ധർമ്മജ്ഞ, ധർമാർത്ഥങ്ങൾ വെടിഞ്ഞുള്ള ഈ പാപകർമ്മം ധർമ്മമറിയുന്ന ഏതൊരുവൻ ചെയ്യും. ശ്ലോകം 13. അന്തകാലേ ഹി ഭൂതാനി മുഹ്യന്തീതി പുരാ ശ്രുതി രാജ്ഞൈവം കുർവതാ ലോകേ പ്രത്യക്ഷാസാ ശ്രുതി കൃതാ. ജീവികൾക്ക് ജീവിതാന്ത്യമടുക്കുമ്പോൾ ബുദ്ധി കെട്ടുപോകുമെന്ന് പണ്ടേ പറയപ്പെട്ടിട്ടുള്ളത് രാജാവിപ്പോൾ നേരിൽ കാണുമാറാക്കി. ശ്ലോകം 14. സ്വാർത്ഥമഭിസന്ധായ ക്രോധാന്മോഹാച്ഛസാഹസാദ് താതസ്യ യദതിക്രാന്തം പ്രത്യാഹരതു തദ്ഭവാൻ. ക്രോധത്താലാകട്ടെ മോഹത്താലാകട്ടെ സാഹസബുദ്ധിയാലാകട്ടെ ഏത് നിലയ്ക്കും അച്ഛൻ തെറ്റ് ചെയ്തു. അതിനെപ്പറ്റി അർത്ഥവത്തായി ആലോചിച്ച് ഭവാൻ ആ തെറ്റ് തിരുത്തണം. ശ്ലോകം 15. പിതുർഹി സമതിക്രാന്തം പുത്രോ യസ്സാധുമന്യതേ തദപത്യം മതം ലോകേ വിപരീതമതോന്യഥാ. അച്ഛൻ്റെ തെറ്റ് തിരുത്തുന്നവനാണ് പുത്രൻ എന്ന പേരിന് അർഹൻ, മറിച്ച് അയാൾ അർഹനല്ല. ശ്ലോകം 16. തദപത്യം ഭവാനസ്തു മാ ഭവാൻ ദുഷ്കൃതം പിതുഃ അതി യത്തത്കൃതം കർമ്മ ലോകേ ധീരവിഗർഹിതം. 16-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഭവാൻ അത്തരത്തിൽ അന്വർത്ഥനായ പുത്രനായി തീരുക. ലോകത്തിൽ ധീരന്മാർ നിന്ദിക്കുന്ന തരത്തിൽ അച്ഛൻ ചെയ്ത ദുഷ്കൃതം അങ്ങയെ ബാധിക്കാതിരിക്കട്ടെ. ശ്ലോകം 17. കയ്യേയിം മാം ച താതം ച സുഹൃദോ ബാന്ധവാം ച നഃ പൗരജാനപദാൻ സർവാം സ്ഥാതും സർവമിദം ഭവാൻ. കയ്യേയെയും എന്നെയും അച്ഛനെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സർവ പൗരജാനപദരെയും പ്രകാരം ഭവാൻ പാപത്തിൽ നിന്നും രക്ഷിച്ചരുളുക. ശ്ലോകം 18. ക്വ ചാരണ്യം ക്വ ച ക്ഷാത്രം ക്വ ജടാ ക്വ ച പാലനം ഈദൃശം വ്യാഹതം കർമ്മ ന ഭവാൻ കർത്തുമർഹസി. കാടെവിടെ, ക്ഷാത്രധർമ്മമെവിടെ, ജടാധാരണമെവിടെ, പ്രജാപാലനമെവിടെ? ഇത്രയ്ക്ക് വിപരീതത്തിൽ വർത്തിക്കുന്ന കർമ്മം ഭവാൻ ചെയ്യാവതല്ല. സ്വധർമ്മത്തെ പരധർമ്മമായി ഭരതൻ കൽപ്പിക്കുന്നു. ഇവിടെ അതാണ് ഭരതൻ ചെയ്യുന്നത്. ശ്ലോകം 19. യേഷ ഹി പ്രഥമോ ധർമ്മ ക്ഷത്രിയസ്യാഭിഷേചനം യേന ശക്യം മഹാപ്രജ്ഞ പ്രജാനാം പരിപാലനം. അതുകൊണ്ട് മഹാപ്രാജ്ഞ, പ്രജാപരിപാലനത്തിന് ക്ഷത്രിയനെ ശക്തനാക്കുന്ന ഈ അഭിഷേക കർമ്മമാണ് പ്രഥമധർമ്മം. ശ്ലോകം 20. കച്ഛ പ്രത്യക്ഷമുത്സൃജ്യ സംശയസ്തമലക്ഷണം ആയതിസ്തം ചരേദ്ധർമ്മം ക്ഷത്രബന്ധുരനിശ്ചിതം. ശ്ലോകം 20-ൻ്റെ അർത്ഥം: പ്രത്യക്ഷധർമ്മം വെടിഞ്ഞ് സ്നിഗ്ധമായ ഏതോ കാലത്തുണ്ടാവുമെന്ന് കരുതപ്പെടുന്ന അലക്ഷണമായ ധർമ്മം ക്ഷത്രിയ ബന്ധുവായ ആര് ചെയ്യും? വാനപ്രസ്ഥത്തിലല്ലാതെ ഋഷിധർമ്മം ക്ഷത്രിയന് ഒരിക്കലും ഭൂഷണമല്ല. ശ്ലോകം 21. അധ ക്ലേശജമേവ ത്വം ധർമ്മം ചരിതുമിച്ഛസി ധർമ്മേണ ചതുരോ വർണ്ണാൻ പാലയൻ ക്ലേശമാപ്നുഹി.
ക്ലേശം അനുഭവിച്ചു തന്നെ ധർമ്മം അനുഷ്ഠിക്കണമെന്നാണെങ്കിൽ 4 വർണ്ണങ്ങളെയും പാലിക്കുക എന്ന ക്ലേശം ഏറ്റെടുക്കുക. ശ്ലോകം 22. ചതുർണാമാശ്രമാണാം ഹി ഗാർഹസ്ഥ്യം ശ്രേഷ്ഠമുത്തമം ആഹുർധർമ്മജ്ഞ സ്തം കഥം ത്യക്തുമീച്ഛസി. ശ്ലോകം 22ൻ്റെ അർത്ഥം: 4 ആശ്രമങ്ങളിലും വെച്ച് ഗൃഹസ്ഥാശ്രമമാണ് ഉത്തമവും ശ്രേഷ്ഠവുമെന്ന് ധർമ്മജ്ഞന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ധർമ്മജ്ഞ, അങ്ങ് അത് ത്യജിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്ങനെ? ശ്ലോകം 23. ശ്രുതേന ബാലസ്ഥാനേന ജന്മനാ ഭവതോ ഹ്യഹം സ കഥം പാലയിഷ്യാമി ഭൂമിം ഭവതി തിഷ്ഠതി. ജ്ഞാനം കൊണ്ടും സ്ഥാനം കൊണ്ടും ജന്മം കൊണ്ടും ഞാൻ ഭവാന് താഴെയാണ്. ആ ഞാൻ എങ്ങനെ ഭവാനുള്ളപ്പോൾ ഭൂമി പാലിക്കും? ശ്ലോകം 24. ഹീനബുദ്ധിഗുണോ ബാലോ ഹീനസ്ഥാനേന ചാപ്യഹം ഭവതാ ച വിനാ ഭൂതോ ന വർദ്ധയിതുമുത്സഹേ. ബുദ്ധിഗുണത്തിലും സ്ഥാനത്തിലും താഴ്ന്നവനായ വെറും ബാലനായ ഞാൻ അങ്ങയോട് വേർപെട്ടാൽ ജീവിക്കാൻ പോലും ശക്തനല്ല. 24 വരെയുള്ള ശ്ലോകങ്ങൾ 106-ാം സർഗത്തിലെ പാരായണം ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.